കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമുണ്ടെന്ന് സതീശൻ അവകാശപ്പെടുന്നതിന്റെ പ്രധാന കാരണം കേൾക്കണ്ടേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 20 സീറ്റ് ഉറപ്പെന്ന വിലയിരുത്തലിൽ സംസ്ഥാന നേതൃത്വം അനുകൂല തരംഗമാണെങ്കിൽ 22 സീറ്റ് വരെ നേടാമെന്നും മലപ്പുറത്തും കാസർഗോഡും മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും ജയിക്കുമെന്നും കണക്കുകൂട്ടൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, എന്തായാലും പോളിംഗ് ഒക്കെ ഉയർന്നത് വലിയ അനുകൂലമായിട്ടാണ് നിലവിൽ UDF വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് ഇപ്പോൾ 20 സീറ്റ് ഉറപ്പിച്ച് പറയുന്നു. അനുകൂലം തരംഗം ഉണ്ടാവുകയാണെങ്കിൽ അത് 22 വരെ പോകാമെന്നും പറയുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് അവർ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നത്? ഷാമിലി, UDF വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ തുടക്കം മുതലേ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ഒരു അവലോകനത്തിൽ വന്നിട്ടുള്ളത്. 20 സീറ്റ് മുസ്ലിം ലീഗ് നേടും എന്നുള്ളതാണ്. അതായത് അതിൽ മലപ്പുറം ജില്ലയും കാസർഗോഡ് ജില്ലയിലെയും മുഴുവൻ സീറ്റുകളും മുസ്ലിം ലീഗിന് നേടാനാവുമെന്നാണ്. 20 സീറ്റുകൾ സമ്പൂർണ്ണമായും വിജയമുണ്ടാവും. അത് ഉറപ്പുള്ള വിജയം തന്നെയാണ് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വിലയിരുത്തിയിരിക്കുന്നത്. ഒരു അനുകൂല തരംഗം കേരളത്തിൽ ആകെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 22 സീറ്റ് വരെ വർദ്ധിക്കാമെന്നും അവർ കൃത്യമായും അത് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴീക്കോട്, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കുന്ദമംഗലം, താനൂർ, കളമശ്ശേരി, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിന് ഇപ്പോഴുള്ളത്. ഒപ്പം തന്നെ ഈ ചേലക്കരയും പുനലൂരും മാത്രമാണ് അവർക്ക് അവിടെ അത് ലഭിക്കുമോ എന്നുള്ള ഒരു സംശയം മാത്രമുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും, പേരാമ്പ്രയും അതുപോലെ തന്നെ ഗുരുവായൂരിലും കനത്ത പോരാട്ടം നടന്ന 2 മണ്ഡലങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങളിലും ഒരു അനുകൂല തരംഗമുണ്ടെങ്കിൽ തീർച്ചയായും ആ 2 മണ്ഡലങ്ങളും കിട്ടും. അങ്ങനെയാണെങ്കിൽ 22 മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ലീഗിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷമുള്ള പ്രതികരണമാണ്. 20 സീറ്റ് ഉറപ്പായിട്ട് പിടിക്കും, മലപ്പുറവും കാസർഗോഡും. പിന്നാലെ തരംഗമുണ്ടെങ്കിൽ 22 സീറ്റ് വരെ. ഇതാണ് പ്രാഥമിക വിലയിരുത്തൽ. ചിലപ്പോൾ ഇതിലും കൂടാം. അപ്പോ തരംഗത്തിന്റെ കാരണം ലീഗാണ്. ലീഗാകുമ്പോൾ കേരളത്തിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയിലൂടെയാണ് തരംഗം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് സതീശനൊക്കെ ആത്മവിശ്വാസം കൊടുക്കുന്ന ഘടകം? കേരളത്തിലാകമാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ട് പോൾ ചെയ്യിക്കാൻ വേണ്ടിയുള്ള പണി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ആത്മവിശ്വാസത്തിന്റെ പ്രധാന ഘടകവും. അവലോകന യോഗത്തിൽ എവിടെയെല്ലാം ഞങ്ങൾ സൃഷ്ടിച്ച ആശങ്കകൾ, ഞങ്ങൾ പ്രചരിപ്പിച്ച വ്യാജത്തരങ്ങൾ, നുണകൾ അത് തീവ്രമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ആ പ്രതിഫലിച്ചത് എങ്ങനെ വോട്ടായി മാറുമെന്നുള്ള അവലോകനമാണ്. ഇത് കൂടാഞ്ഞിട്ട് 2000 പള്ളിയുടെ ഖാളിയെ കൊണ്ടൊക്കെ നമ്മൾ വീട് വീടാന്തരം മതം പറയിച്ചതിൻ്റെയൊക്കെ ചില ഓഡിയോകളൊക്കെ പുറത്തു വന്നതുമാണ്, ചില വീഡിയോകളായിട്ട് പ്രചരിച്ചതാണ്. അങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മുഴുവൻ ലീഗിന്റെ നേതൃത്വത്തിൽ വർഗീയ ചേരിതിരിവിന് അവസരമുണ്ടാക്കി എന്നുള്ളതാണ് ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രധാന ഘടകം. ഇനി ഇങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള കൺസോൾട്ടേഷന് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ നാട്ടിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളെ ആരെങ്കിലും തകർക്കാനോ അതിനു നേരെയുള്ള ആക്രമണമോ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണോ? അല്ലല്ലോ. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യമോ വിശ്വാസമോ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ലല്ലോ. ഇനി മുസ്ലിം പ്രാതിനിധ്യം ഈ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം കുറവായിരുന്നു. 2 മന്ത്രിമാർ ഈ സർക്കാരിലുണ്ടായിരുന്നു. ഒന്ന് PA മുഹമ്മദ് റിയാസും ഒപ്പം V അബ്ദുറഹ്മാനും. അതും പോരാഞ്ഞിട്ട് സ്പീക്കർ AN ഷംസീർ. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് 3 പേർ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ന്യൂനപക്ഷ വിഭാഗത്തിലാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ന്യൂനപക്ഷങ്ങൾക്ക് നേരിടേണ്ടി വന്ന പൗരത്വ ഭേദഗതി നിയമം, ഈ നാട്ടിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ സമരം നടക്കുമ്പോൾ എവിടെയായിരുന്നു? VD സതീശൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും മാളത്തിലായിരുന്നു. അവരെ പിന്നിലായിരുന്നു ലീഗ്. പക്ഷേ ആ സന്ദർഭങ്ങളിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള കലാലയങ്ങളിലും സമരമായി മാറിയതും തല്ലുകൊണ്ടതും ഏത് സംഘടനയാണ്? ഇടതുപക്ഷ സംഘടനയായിരുന്നു. അത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. പിന്നീട് വെള്ളാപ്പള്ളി എന്നൊരു വ്യക്തി പറഞ്ഞ വാചകത്തെ മുൻനിർത്തിക്കൊണ്ടും അദ്ദേഹത്തിന്റെ കാറിൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി കയറിയതുമാണ് ഈ നാട്ടിൽ മുസ്ലിം വിരുദ്ധത എന്ന പേരിൽ ഒരു വലിയ പ്രചരണം ഉണ്ടാക്കിയെടുത്തത്. അതിനോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. എവിടെ? രാജ്യത്താകമാനം കോൺഗ്രസ് മുട്ടിലഴഞ്ഞ് ഒപ്പിട്ടെടുത്ത് ഈ രാജ്യത്ത് ഏറ്റവും അവസാനം സർവശിക്ഷ അഭിയാന്റെ കീഴിൽ നിരവധി പേർക്ക് ശമ്പളം മുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു ഒപ്പിട്ട് ആ പണം വാങ്ങിയെടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അന്ന് കേരളത്തിലെ
ഈ കുത്തിത്തിരിപ്പ് മാപ്രകൾക്കൊപ്പം നിന്ന CPIയെയും കൂടി പിടിച്ചുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിച്ചു. ആ പ്രചരണത്തിനെയാണ് വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് കേരളത്തിൽ ഇവർ ആയുധമാക്കിയെടുത്തത്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ ഡീൽ എന്ന വാക്കുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ട് ആ ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കത്തിച്ച് ഞങ്ങൾ അവരെ വർഗീയമായി ഒരു സൈഡിൽ എത്തിച്ചു. അവരെ കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിച്ചു. അതിലൂടെ ഞങ്ങൾ അധികാരം നേടി. ഇതാണ് ലീഗിന്റെ അവകാശവാദം. പക്ഷേ ലീഗ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നേടിയ നേട്ടത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം ഈ നാട്ടിൽ എല്ലാത്തരം മനുഷ്യരും ഇടപഴകി ജീവിക്കുന്നവരാണ്. അവിടങ്ങളിൽ ഞങ്ങളുടെ അധികാരം പിടിക്കാൻ ഞങ്ങളുടെ മതത്തെ ലീഗ് എന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉപയോഗപ്പെടുത്തി കഴിയുമെന്ന് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിച്ച് കാണിക്കുന്നതോടുകൂടി അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മറ്റു മതവിഭാഗക്കാരെ ഈ കാഴ്ച കാട്ടിക്കൊടുത്തുകൊണ്ട് ഇവിടത്തെ RSS ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുകൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. കാര്യം ലീഗുകാർ എവിടെയെങ്കിലും RSSനെതിരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ഈ നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കുഞ്ഞാപ്പയായിക്കോട്ടെ, ലീഗിന്റെ നേതാക്കന്മാരായിക്കോട്ടെ, എല്ലാവരെയും കൈവശമുള്ള കോടാനുകോടി സ്വത്തിന്റെ പേരിൽ ED കാട്ടി ഭീഷണിപ്പെടുത്തി വാ തുറക്കാൻ അനുവദിക്കാതെ മൂടിക്കെട്ടി ഇരുത്തിയിരിക്കുകയാണ് ED. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് അവരെ വളർത്തിക്കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ആ സാഹചര്യത്തിന് വേണ്ടി ഞങ്ങൾ നന്നായി പണിയെടുത്തു. അതിന് ഞങ്ങൾക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് നിലവിൽ ലീഗ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാം മെയ് 4-ാം തീയതി പെട്ടി തുറന്നതിന് ശേഷമാണ്. ഈ ആത്മവിശ്വാസത്തിൽ മാത്രമാണ് കേരളത്തിൽ ഇതാ UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇതങ്ങ് മലബാറിൽ മാത്രമല്ല, ലീഗിന് സ്വാധീനമുള്ള മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെല്ലാം ഇവർ ഇതിനു വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അതിനവർ ജമാഅത്ത് ഇസ്ലാമികളെയും സുഡാപ്പികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു വികാരം കത്തിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ വികാരം കത്തിച്ചതിനെ എല്ലാവരും ഒരേപോലെ എടുത്താണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഇന്നത്തെ കാലഘട്ടത്തിൽ ലീഗ് മനസ്സിലാക്കിക്കോളൂ, വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ നാളുകളിൽ ലീഗ് ചിന്തിച്ചാൽ പോലും ചെറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കൺസോൾട്ടേഷൻ അപ്പുറത്തെ സൈഡിലും ഉണ്ടാകുമെന്നുള്ള വകതിരിവില്ലായ്മ കാട്ടിയതിന്റെ പ്രത്യാഘാതം ആ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യർ കൂടി വരും കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.